ഇസ്രയേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള 2 മേഖലകളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൻ നാശനഷ്ടം. ഇസ്രയേലിന്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. ഇസ്രയേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള 2 മേഖലകളിൽ ഇറാൻ മിന്നൽ ആക്രമണമാണ് നടത്തിയത്. ഈയൊരു മിന്നൽ മിസൈൽ ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റത്. ഈ ആക്രമണത്തിൽ 3 ആഴ്ച പിന്നിടുന്ന യുദ്ധത്തിലെ നിർണായകമായ ഘട്ടമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. തെക്കൻ ഇസ്രയേലിലെ ദിമോന, അറാദ് എന്നീ നഗരങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. ഇസ്രയേലിന്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ് എന്നുള്ളതാണ് ആശങ്ക പരത്തിയത്. 10 വയസ്സുള്ള ആൺകുട്ടി ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലായി പരിക്കേറ്റവർ 33-ലേറെയാണ്. അവരെ ചികിത്സിച്ചതായും മാഗൻ ഡേവിഡ് അഡോം ഫസ്റ്റ് റിയാക്ടർമാരും പറഞ്ഞിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാരാമെഡിക്കൽ കാർമൽ കോഹൻ പറയുന്നതും അതാണ്. ഡിമോണയിൽ പ്രൊജക്ടൈൽ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ നെഗവ് ആണവ ഗവേഷണ കേന്ദ്രത്തിന് നാശനഷ്ടമുണ്ടായതായി സൂചന ലഭിച്ചിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് അസാധാരണമായ വികിരണ അളവ് പ്രാദേശിക അധികാരികൾ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏജൻസി പറയുന്നു. ഡിമോണയിലെ ആണവ ഗവേഷണ കേന്ദ്രം 1958-ലാണ് ആരംഭിച്ചത്. ഇസ്രയേലിന് ആണവായുധമുണ്ടെന്ന് വ്യാപാരികൾ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ നേതാക്കൾ ഈ ഊഹാപോഹത്തെ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. എന്തുതന്നെയായാലും ഇസ്രയേൽ കടുത്ത പ്രഹരമാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിന്നൽ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഇറാൻ തയ്യാറാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.